ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും തന്നെ ഫോൺ വൈറ്റി 5 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏഞ്ചലിക് ഫാൻറ്റ് ഞങ്ങൾ തന്നെ റിട്ടേൺ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. ഏകദേശം അടുത്ത് 7000ൻ്റെ അടുത്തുള്ള സംതിങ്ങോളം ഡയമണ്ട്സ് ഞങ്ങൾ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഏഞ്ചലിക് ഫാൻറ്റ് ഞങ്ങൾ തന്നെ കിട്ടുമെന്ന് നോക്കാം. കിട്ടുമെന്ന് അറിയില്ല, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, കിട്ടുമോ അല്ലെങ്കിൽ മൂഞ്ചോണെന്ന് അറിയത്തില്ല. ഏതായാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 7000ൻ്റെ അടുത്ത് ഡയമണ്ട്സും കാര്യങ്ങൾ തന്നെ ഉണ്ട്. എത്ര ഡയമണ്ട് പൊട്ടുന്നു ഒരു ഇതില്ല. ഏതായാലും അത്യാവശ്യം ഡയമണ്ട്സും കാര്യം നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്നു വീക്കിൽ നിന്നും. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് ഹാൻഡൊക്കെ നോക്കാം. ഏകദേശം 200 ടോക്കൺസോളം ഉണ്ടെങ്കിൽ ഈ റെഡും ഈ റെഡ് ഫാൻറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഏഞ്ചലിക്കിൻ്റെ റെഡാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് റെഡാണ്. ഏഞ്ചലിക് ഫാനിൻ്റെ റെഡും വൈറ്റുമായിട്ട് വരുന്ന കളറാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഇത് കുഴപ്പമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൽ ഫീമെയിലും മെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫീമെയിലും മെയിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഏഞ്ചലിക് ഫാൻറ്റിൻ്റെ ഇത്. ഓക്കെ, അത് നമുക്ക് സ്പിന്നിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഇതിൽ 2 ടോക്കൺസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് അടിക്കല്ല, ഗ്രാൻഡ് പ്രൈസ് അടിക്കും അറിയില്ല കേട്ടോ. ഏതായാലും നമുക്കേതായാലും ആദ്യം 90ൻ്റെ സ്പിൻ ചെയ്യാം. ഓക്കെ, പോകുന്നുണ്ടോ അടിച്ചു. എന്താ ഗ്രാൻഡ് പ്രൈസ് ഇത് എന്താ പറയുക, ഇത് പോയിൻ്റ് അല്ല അടിച്ചതൊക്കെ. നമുക്ക് ഇതെല്ലാം വേണ്ടത്. ഏതായാലും ഏകദേശം നമുക്ക് ഉദ്ദേശിച്ച ടോക്കൺ ആവാനായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫീമെയിലും ഉണ്ട് മെയിലും ഉണ്ട്. നമുക്ക് അടിക്കേണ്ടത് ഇതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി സ്പിന്ന് ചെയ്യാം. അത്യാവശ്യത്തിന് ടൈമായിട്ടപ്പോൾ പൊട്ടി ചാൻസ് ഉണ്ട്. ഡയമണ്ട് കൊണ്ട് വലിയ നോക്കണ്ട, ജസ്റ്റ് ചടപട കിപ്പടി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് തോന്നുന്നു 4000 ഡയമണ്ടൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അടിച്ചുമൊക്കെ നൈസായിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ബാക്കി ടോക്കൺസ് ഉണ്ട്. ഈ ടോക്കൺ 170ഓളം ടോക്കൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്തെടുക്കും നമ്മൾ. ഓക്കെ, ഏതായാലും ഇത് നിൽക്കട്ടെ. ബാക്കി ടോക്കൺസ് ഈ ടോക്കൺസ് എടുത്തത് ഏതായാലും വേസ്റ്റ് ആവില്ല, ആ കാര്യത്തിൽ ഏതായാലും ഉറപ്പാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്ന കാര്യങ്ങൾ. അതായത് ഈ റെഡീം ടോക്കൺ ഉണ്ടല്ലോ, ഈ ടോക്കൺ ഏതായാലും ഇപ്പോഴായതായാലും ഇതിനെന്തും ക്ലെയിം ചെയ്യുന്നില്ല. ഈ ബാക്കിയുള്ള ഏഞ്ചൽ ഫാൻറ്റൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ആകെപ്പാടെ റെഡ് എടുക്കാനായിരുന്നു താല്പര്യം. അതുകൊണ്ട് ഞാൻ അത് എടുത്തും ചെയ്തു. വലിയ കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഡയമണ്ട് പൊട്ടിക്കാൻ വെച്ച കൈസ്. ഓക്കെ, എനിക്ക് ഡയമണ്ട്സ് പൊട്ടിക്കാൻ വെച്ച. അതിലും എല്ലാവരും തന്നെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ,
ഏതായാലും 2000-ൻ്റെ അടുത്ത് ഡയമണ്ട്സും കാര്യങ്ങളും പൊട്ടിയില്ലെങ്കിൽ പോലും ഇത് കിട്ടി. ഓക്കെ, ഇനിയും പലതരം ഈവൻറ്റ് വരുമ്പോൾ ഈ റെഡീം ടോക്കൺ ഉണ്ടല്ലോ, ഈ റെഡീം ടോക്കൺ വെക്കുമ്പോൾ വേറെ ഈവൻറ്റ് വരുമ്പോഴും വേറെ ബണ്ടിൽസും കാര്യങ്ങളും തന്നെ ഈ റെഡീം ടോക്കണോട് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് എടുത്തുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഏതായാലും നമുക്ക് ഈ സാധനം ഗ്രാൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തിന് ഇത് അടിച്ചു പോയി. ഏതായാലും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ സാധനം നോക്കുകയാണെങ്കിൽ കിഡിലോക്കി ആയിട്ടുണ്ട് ഗൈസ്. നൈസ് സാധനം, ഒന്നും പറയാനില്ല. നൈസ് പറഞ്ഞാൽ വെരി നൈസ് സാധനം. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കുന്നു. ഇനി വേറെ ഏഞ്ചലിക് ഫാൻറ്റും കൂടി ഉണ്ട്. ഓക്കെ, അതും കൂടിയും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതും കൂടി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് നിങ്ങൾ പറയണം. ഓക്കെ, ഫാൻറ്റ് ഇഷ്ടമുള്ളവർ നൈസായിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് തന്നെ പറയണം. ഓക്കെ, നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ലുക്ക് എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതും അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇതിന് കിട്ടേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പിന്നെ ബോയിൻ്റെത് എനിക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ ആ സ്പിന്നത് എടുത്തത്. റെഡീം ടോക്കൺ 170 ഉണ്ട്. അത് വേസ്റ്റ് ആവത്തൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് പറയാം. അത് നൈസായിട്ടുണ്ട്, സാധനം നൈസായിട്ടുണ്ട്. ഏകദേശം നമ്മളടുത്ത് 7000 ഡയമണ്ട് ഉണ്ടായിരുന്നു. ഏകദേശം 2000 ഡയമണ്ടിൻ്റെ അടുത്ത് പൊട്ടി. ഓക്കെ, ഏഞ്ചലിക് ഫാൻറ്റും കാര്യങ്ങളും ക്ലെയിം ചെയ്തെടുക്കാനായിട്ടൊക്കെ. അപ്പോൾ എല്ലാ കൂട്ടുകാരും തന്നെ ലൈക്കും കാര്യങ്ങളും തന്നെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ചാനൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ടിനനുസരിച്ച് മാക്സിമം നമുക്ക് ഇങ്ങനത്തെ വീഡിയോ അതിനിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമണ്ട്സും കാര്യങ്ങളും സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇങ്ങനെ ഷെയർ ചെയ്യട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ഇടാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് സബ്സ്ക്രൈബും കാര്യങ്ങളും ചെയ്യണം പറയുന്നത്. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്ത എല്ലാ കൂട്ടരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ, അതും നമ്മൾ വീഡിയോയുടെ കമൻറ്റ് ചെയ്യാണ്. ബൈ.